ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ വറക്കാൻ കണക്കാക്കിയുള്ള എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ഒന്ന് ചീവിയിട്ട് കൊടുക്കാം. ഈ ചീവലില്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഒന്ന് അരിഞ്ഞിട്ടും കൊടുക്കാം. കാരണം കുറച്ച് അരിഞ്ഞിട്ടാൽ മാത്രം മതി. അതെല്ലാം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഉപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ശകലം മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ക്യാരറ്റ് കുറച്ച് വെന്തതിന് ശേഷം നമുക്ക് ഉപ്പുവെള്ളത്തിനെ ഒന്ന് തളിച്ചു കൊടുക്കാം. അതിലേക്ക് ക്യാരറ്റ് മെഴുക്ക് പുരട്ടിയൊക്കെ വയ്ക്കുമ്പോൾ കഴിക്കാതെയൊക്കെ വരും. ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ലതായിട്ട് കഴിക്കും. നമുക്കിത് ചോറിനും കഴിക്കാം. നമ്മൾ 4 മണിക്ക് സ്നാക്സ് ആയിട്ടും കഴിക്കാം. നമ്മൾ മെഴുക്ക് പുരട്ടി വയ്ക്കുമ്പോഴത്തെ എണ്ണയും കുടിക്കില്ല. കുറച്ച് എണ്ണയേ ഇതിലേക്ക് പറ്റുള്ളൂ. നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ നിൽക്കണം. ഇനി ഇത്രയാകുമ്പോഴത്തേക്കും നമുക്ക് കോരിയെടുക്കാം. വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം ഒരു ചെറുതൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് കോരി അങ്ങ് എടുക്കാം. ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി ഇട്ട് കൊടുക്കും. ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കൊച്ചു കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. ഇതേപോലെ അങ്ങ് കൊടുത്താൽ മാത്രം മതി. ഇത് എനിക്ക് ശകലം എരിവിലേക്ക് വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്. പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം. ബൈ ബൈ.